ഹലോ എവരി വൺ, മാർബിൾ ഗാലറിയുടെ നാച്ചുറൽ സ്റ്റോൺ ഡിവിഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗ്രാനൈറ്റിനെ പറ്റിയിട്ടാണ്. ഗ്രാനൈറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ഫിനിഷസ് ഉണ്ട്. പക്ഷേ ഇന്ന് ഞാൻ വളരെ കോമൺ ആയിട്ടുള്ളതല്ലാതെ വളരെ സ്പെഷ്യലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലെതർ ഫിനിഷസിൻ്റെ വെറൈറ്റി കളക്ഷൻസിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ലെതർ ഫിനിഷ് ഗ്രാനൈറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഏരിയാസിനെ പറ്റിയിട്ട് ആൾക്കാർക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും. നമ്മൾ ഔട്ട്ഡോർ എക്സ്റ്റീരിയർ പർപ്പസിലേക്കും ഇൻറ്റീരിയർ പർപ്പസിലേക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിനിഷാണ് ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ്. ലെതറിങ് ചെയ്തതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഗ്രാനൈറ്റ്സിൽ മാത്രമേ നമ്മൾ ലെതർ ഫിനിഷ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് എക്സ്പോഷർ ഏരിയ, അതായത് വെയിൽ കൊള്ളുന്ന ഏരിയയിലേക്ക് പോലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇൻറ്റീരിയേഴ്സ് ആയിട്ട് നമുക്ക് സ്റ്റെപ്പ്, സ്റ്റെയർ കേസ്, സിറ്റ് ഔട്ട് ഏരിയകളിലൊക്കെ നമുക്ക് ഈ ലെതർ ഫിനിഷ് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ബ്ലാക്ക് കളറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ബ്ലാക്ക് കളർ പ്രീമിയം ക്വാളിറ്റീസ് ഗ്രാനൈറ്റിൻ്റെ ലെതർ ഫിനിഷ്. ഡയറക്റ്റ് പോളിഷ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് കെമിക്കൽസോ അപ്പോക്സീസോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വെയിലത്ത് യൂസ് ചെയ്യുകയാണെങ്കിലും എക്സ്പോസ്ഡ് ഏരിയയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഹെവി ട്രാഫിക് ഏരിയയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരു വിധത്തിലുള്ള കളർ ഫെയ്ഡിങ്ങോ ഡാമേജസോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതാണ് ഇത് ഈ ബ്ലാക്ക് ലെതർ ഫിനിഷ് ഗ്രാനൈറ്റിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് കണ്ടെന്ന് പറയുന്നത് ഡെസേർട്ട് ബ്രൗൺ എന്ന് പറഞ്ഞുള്ള രാജസ്ഥാൻ്റെ സ്റ്റോൺ ആണ്. അതിൽ ലെതർ ഫിനിഷിങ് ചെയ്തതാണ്. ഇത് നമ്മൾ കോമൺലി സ്റ്റെപ്പ്, സ്റ്റെയർ കേസ് പോലുള്ള സാധനങ്ങൾ വാസ്റ്റായിട്ട് വൈഡായിട്ട് കൊമേഴ്ഷ്യൽ പർപ്പസിലും കൂടെ ധാരാളമായിട്ട് യൂസ് ചെയ്യുന്നൊരു ഫിനിഷാണ് ലെതർ ഫിനിഷിൻ്റെ ഡെസേർട്ട് ബ്രൗൺ രാജസ്ഥാൻ്റെ സ്റ്റോൺ ആണ്. ഓക്കെ, നമുക്കൊരു ബ്ലൂ കളർ കണ്ടാലോ. ഇനി ബ്ലൂ കളറിൽ ലെതർ ഫിനിഷ് വളരെ കുറഞ്ഞ അവൈലബിലിറ്റി ഗ്രാനൈറ്റിൽ ഉണ്ടാവുള്ളൂ. നമ്മുടെ കയ്യിൽ ഒരു എക്സ്ക്ലൂസീവ് പ്രോഡക്റ്റ് ഉണ്ട്. രാജസ്ഥാൻ്റെ പ്രോഡക്റ്റ് ആണ്. സഫയർ ബ്ലൂ എന്നാണ് ഇതിൻ്റെ പേര്. സ്റ്റെപ്പ്, സ്റ്റെയർ കേസ്, സിറ്റ് ഔട്ട് ഏരിയയിലൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു സ്റ്റോക്കാണ്. സഫയർ ബ്ലൂ രാജസ്ഥാൻ്റെ പ്രോഡക്റ്റ് ആണ്. ലൈറ്റ് ഷെയ്ഡ്സ് കളക്ഷൻസ് കണ്ടാലോ. ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് എന്താണെന്നറിയോ, നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടൊക്കെ ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയലാണ്. മെറ്റീരിയലിൻ്റെ പേര് ചീമ പിങ്ക്. അതിൻ്റെ ലെതർ ഫിനിഷാണ്. ലൈറ്റ് ഷെയ്ഡാണ് മെറ്റീരിയൽ, ഹാർഡ് മെറ്റീരിയലാണ്. ഞാൻ പറഞ്ഞില്ലേ, കാലിക്കറ്റ് എയർപോർട്ടൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും ഹെവി ഫുട് വാക്കിൻസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. അവിടെയൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയലാണ്. ചീമ പിങ്ക് ആണ് ഇതിൻ്റെ പേര്. ലെതർ ഫിനിഷാണ് ഇതിൻ്റെ ഫിനിഷ്. അടുത്തത് മെറൂൺ പേൾ എന്ന് പറഞ്ഞിട്ടുള്ള രാജസ്ഥാൻ്റെ ഒരു പ്രീമിയം ക്വാളിറ്റി ലേറ്റസ്റ്റ് കളക്ഷനാണ് നമുക്ക് വന്നിരിക്കുന്നത്. മെറൂൺ പേൾ എന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു പേൾ കണ്ടന്റ് ഉണ്ട്. അതായത് ചില സ്ഥലങ്ങളിൽ നമുക്ക് നോക്കിയാൽ കാണാം ഒരു പേൾ കണ്ടന്റ് ഇതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ രാത്രി ലൈറ്റ്സിൽ നമുക്ക് ഈ പേൾ കണ്ടന്റ് നന്നായിട്ട് ഗ്ലിറ്റർ ചെയ്യും, നന്നായിട്ട് തിളങ്ങും. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് മെറൂൺ പേൾ എന്ന് വന്നിരിക്കുന്നത്. ഇതൊക്കെ ലെതർ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ കൂടുതൽ ഇറ്റാലിയൻ മാർബിളിൻ്റെ കളക്ഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് കോമ്പിനേഷനായിട്ട്, അതായത് ലൈറ്റ് ഷെയ്ഡ് ഇറ്റാലിയൻ മാർബിൾ കൊടുക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് കോമ്പിനേഷനായിട്ട് കൊടുക്കുന്ന ഒരു മെറ്റീരിയലാണ് മെറൂൺ പേൾ എന്ന് പറഞ്ഞ മെറ്റീരിയൽ. നെക്സ്റ്റ് വൺ, ആർക്കിടെക്ട്സും എൻജിനീയേഴ്സും ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു കളക്ഷനാണ് ഗ്രേ ഫിനിഷ് കളറിലുള്ള ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ്. ഇതാണ് നമ്മുടെ എം ഗ്രേ എന്ന് പറഞ്ഞ ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ്. ഈ എം ഗ്രേൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സാധാരണ ഗ്രേ കളർ എന്ന് പറഞ്ഞാൽ ഗ്രാനൈറ്റിൽ നമുക്ക് സെറാ ഗ്രേ ഉണ്ട്, സദർഹള്ളി ഗ്രേ ഉണ്ട്. അതിനെക്കാട്ടൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ എം ഗ്രേ എന്ന് പറഞ്ഞ മെറ്റീരിയൽ. നമുക്കിത് സ്റ്റെപ്പിന് വേണ്ടിയിട്ടാണെങ്കിലും സ്റ്റെയർ കേസിന് വേണ്ടിയിട്ടാണെങ്കിലും സിറ്റ് ഔട്ട്സിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഈവൻ നമ്മൾ ചില വീടുകൾ ഫുൾ വരെ നമ്മൾ വീടിൻ്റെ ഫുൾ ഫ്ലോറിങ് തന്നെ ഈ എം ഗ്രേ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. വളരെ സ്ട്രെങ്ത് ഉള്ളൊരു ആന്ധ്രയുടെ മെറ്റീരിയലാണ് എം ഗ്രേ. അടുത്ത
നമുക്ക് റെഡ് കളർ കണ്ടാലോ. റെഡ് കളറിൽ നമുക്ക് കൂടുതൽ 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, റെസിഡൻഷ്യൽ പർപ്പസിനും കൊമേഴ്ഷ്യൽ പർപ്പസിനും ഒരേപോലെ പോകുന്ന ഒരു കളറാണ് റെഡ് കളർ. ആ റെഡ് കളറിൻ്റെ തന്നെ ഹാർഡായിട്ടുള്ള ആന്ധ്രയുടെ മെറ്റീരിയലാണ് ഈ കാണുന്ന റെഡ് കളർ ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ്. ഷോപ്പിംഗ് മോൾ ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഹെവി ട്രാഫിക് ഏരിയ ഉള്ള എല്ലാ സ്ഥലത്തേക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഹാർഡ് മെറ്റീരിയലിൽ ലെതർ ചെയ്ത് വന്നിരിക്കുന്ന മെറ്റീരിയലാണ് ആന്ധ്ര റെഡ് ഗ്രാനൈറ്റ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന അടുത്ത കളറ് ബ്ലൂ കളറാണ്. ബ്ലൂ കളർ, ഡാർക്ക് നേവി ബ്ലൂ കളറിന്റെ ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് ആന്ധ്രയാണ്. അഗെയിൻ ആന്ധ്ര വരുന്ന ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ് ആണ്. വളരെ ഹാർഡ് മെറ്റീരിയലാണ്, ഡയറക്റ്റ് പോളിഷ് ആണ്. നെക്സ്റ്റ് ഐറ്റം നമുക്കൊരു മഡി ഫീൽ അല്ലെങ്കിൽ സാൻഡി ഫീൽഡിലൊക്കെ കളേഴ്സിൽ കിട്ടുന്ന ഒരു മെറ്റീരിയലാണ്. ആപ്പിൾ ഗ്രീൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊക്കെ രാജസ്ഥാൻ്റെ മെറ്റീരിയൽ തന്നെയാണ്. വളരെ ഹാർഡായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നമ്മൾ സിറ്റ് ഔട്ട്, സ്റ്റെപ്പ്, സ്റ്റെയർ കേസ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹാർഡ് ഗ്രാനൈറ്റ് ആണ് ആപ്പിൾ ഗ്രീൻ. നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് ഗ്രാനൈറ്റ് സ്ലാബുകളുടെ വെർട്ടിക്കൽ സൈസ് ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അതായത് മാക്സിമം 1 മീറ്റർ വരെ ഹൈറ്റുള്ള ലെങ്ത് ഉള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്, സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാൻസോ സൈസ് ഗ്രാനൈറ്റ് ആണ്. അതായത് മിനിമം ഒരു 2 മീറ്ററിന്റെ മുകളിൽ ഹൈറ്റ് കിട്ടുന്ന, 10 ഫീറ്റിന്റെ മുകളിൽ ലെങ്ത് കിട്ടുന്ന ഗ്രാനൈറ്റ്സും നമ്മുടെ കയ്യിൽ മാർക്കറ്റ് അവൈലബിൾ ആണ്. അതിന്റെ ലെതർ ഫിനിഷ് ആയിക്കോട്ടെ, പോളിഷ് ഫിനിഷ് ആയിക്കോട്ടെ, മറ്റ് പല ഫിനിഷുകളും നമുക്ക് മാർബിൾ ഗാലറിയിൽ അവൈലബിൾ ആണ്. ഗ്രാനൈറ്റിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി പ്ലീസ് വിസിറ്റ് അവർ ഷോറൂം, നാച്ചുറൽ സ്റ്റോൺ ഡിവിഷൻ, മാർബിൾ ഗാലറി, നിയർ സിവിൽ സ്റ്റേഷൻ, കാലിക്കറ്റ്. ബൈ.